ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ SCRT-യുടെ അടുത്ത ഒരു പാർട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് 5ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ പാർട്ട് 2. മലയാളത്തിന്റെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ ബുക്ക് കേട്ടോ. മലയാളം 2-ല് നമ്മൾ വരുന്ന ബുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളമാണ് ടോപ്പിക് വരുന്നത്. ഓക്കെ, ഇതോട് കൂടിയിട്ട് 5ാം ക്ലാസ്സിലെ മലയാളം എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഇതിന്റെ ഉള്ളടക്കം വരുന്നത് ഇത്രയാണ് കേട്ടോ. ഒരു 6 ചാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, 2 യൂണിറ്റിലായിട്ട് 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് കുടയോളം ഭൂമി എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ വരുന്നത് മഴ ചാറുമ്പോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കവിതയാണ് കേട്ടോ. മഴ ചാറുമ്പോൾ എന്ന് പറയുന്ന ഒരു കവിതയാണ് ആദ്യം വരുന്നത്. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ. തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്നുള്ളതിൽ നിന്നും തിരുനെല്ലൂർ കരുണാകരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഓക്കെ, ഒരുപാടൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിട്ട് വരുന്നത് നമ്മുടെ രാത്രി, റാണി, അന്തിമയങ്ങുമ്പോൾ, ഗ്രാനസമാഹാരം, താഷ്കെന്റ്, തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകള്, ഗ്രീഷ്മസന്ധ്യകള്, വയലാറ്, മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും, ഒരു മഹായുദ്ധത്തിന്റെ പര്യവസാനം. ഓക്കെ, വിവർത്തനങ്ങള്, മേഘസന്ദേശ്, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികള്, ഒമർ ഖയാമിന്റെ ഗാഥകള്. ഓക്കെ, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് എവിടെയും അങ്ങനെ വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വായിച്ചൊന്ന് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിൽ അത്രയാണ് വരുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു 3 വരി, ഇതൊരു കവിതയൊന്നും അല്ല, ഇതൊരു സിനിമാ പാട്ടാണ്. പക്ഷെ അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ വരുമോ ചാരെ നിന്നച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ സോങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? BK ഹരിനാരായണനാണ് അല്ലെ. BK ഹരിനാരായണനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? വീണ്ടും അതിന് തൊട്ട് താഴെയായിട്ട് ഒരു കവിത കൊടുത്തിട്ടുണ്ട്. രണ്ടു മഴക്കാഴ്ചകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ് പറയുന്നത്? മട്ടുപ്പാവിലിരുന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്, പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടുകൊടുക്കും മട്ടിൽ. ഓക്കെ, തൊട്ടൊരു കൂരയിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്, പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടിയിനേക്കും മട്ടിൽ. ഓക്കെ, അപ്പൊ ഇത് ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ ജിനനാണ് കേട്ടോ. ഈ ജിനൻ. ഓക്കെ, അടുത്തത് വേറൊരു ചാപ്റ്റർ ആണ് ഇതാ ഒരു മായാലോകം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് ആവശ്യം ഉള്ളൂ. കാരണം എന്താണ്, മുഴുവനായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് എഴുതിയ ആൾക്കാരും അതുപോലെ തന്നെ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ നോക്കാനായിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന ഒരു കഥ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പ്രൊഫസർ S ശിവദാസ് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഫസർ S ശിവദാസ് ആണ് എഴുതിയിരിക്കുന്നത്. ആരാണ് പ്രൊഫസർ S ശിവദാസ് എന്ന് പറയുന്നത്? മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ. ഓക്കെ, പ്രശസ്ത ബാലസാഹിത്യകാരനാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യുറീക്ക മാമൻ എന്നറിയപ്പെടുന്ന ആളാണ് പ്രൊഫസർ ശിവദാസ് എന്ന് പറയുന്നത്. ഓക്കെ, യുറീക്ക മാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1940 ഫെബ്രുവരി 19 കോട്ടയം ജില്ലയിലെ വൈക്കം ഉല്ലല ഗ്രാമത്തിൽ ജനിച്ചു. 1962 മുതൽ 1995 വരെ കോട്ടയം CMS കോളേജിൽ അധ്യാപകനായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ബാലസാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2015 ലഭിച്ചിട്ടുണ്ട്. യാത്രാ വിവരണ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും എന്ന ഗ്രന്ഥത്തിന് 1997 ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക സാഹിത്യ അവാർഡ് പഠിക്കാം എന്ന കൃതിക്ക് 1995 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാട്ടോ. 2-3 തവണ ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന ഗ്രന്ഥത്തിന് കൈരളി ബുക്ക് ട്രസ്റ്റിന്റെ അവാർഡും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ അവാർഡ് 1987 കുട്ടികൾക്കിടയിൽ നിരന്തരമായി ശാസ്ത്ര പ്രചരണം നടത്തി അതിനുതകുന്ന അനേകം നൂതന രചനാ രീതികൾ യുറീക്കയിലൂടെ വികസിപ്പിച്ച് മറ്റു ഭാഷകൾക്ക് മാതൃകയായതിന് ഭാരത സർക്കാരിന്റെ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ
ദേശീയ പുരസ്കാരം. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലസാഹിത്യ അവാർഡ് സരിഗമ പദനിസ എന്ന ഗ്രന്ഥത്തിന് 1997-ലും, ഭീമ ബാലസാഹിത്യ അവാർഡ് കിയോ കിയോ എന്ന കൃതിക്ക് 1994-ലും, 1997-ൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഭീമ ബാലസാഹിത്യ അവാർഡ് വാങ്ങിയിട്ടുള്ളവരുടെ തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ബാലസാഹിത്യകാരനുള്ള ഭീമ സ്വർണ്ണ മെഡലും, 2007-ല് മികച്ച ബാലസാഹിത്യ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പുസ്തകക്കളികൾ എന്ന ഗ്രന്ഥത്തിനും, PT ഭാസ്കര പണിക്കർ എമിറേറ്റ്സ് ഫെലോഷിപ്പ് 2014-നും, പരാഗ് പിഗ്ലിറ്റിൽ ബുക്ക് ബാലസാഹിത്യ പുരസ്കാരം 2021-ലും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കൃതികളാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഇത് വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നയാഗ്ര മുതൽ സഹാറ വരെ, കാർബൺ എന്ന മാന്ത്രികം, ജനിക്കാൻ പഠിക്കാൻ, ശാസ്ത്രക്കളികൾ, കടങ്കഥകൾ കൊണ്ട് കളിക്കാം, പുതിയ ശാസ്ത്ര വിശേഷങ്ങൾ എന്നിവയാണ്. അപ്പൊ ഈ ഒരു നീല ഇതായിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? പുസ്തക കളികൾ, അതുപോലെ മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും, വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം, ഇതൊക്കെ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്താണ്? ഡാലിയ മൂമയുടെ പുഴ. ഡാലിയ മൂമയുടെ പുഴ. ഓക്കെ, ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? വി ഷിനിലാൽ ആണ് എഴുതിയിരിക്കുന്നത്. വി ഷിനിലാൽ. നരോത്തരപാടിയിൽ നിന്നുള്ള ബസ് എന്ന കൃതിയിൽ നിന്നും വി ഷിനിലാൽ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡാലിയ മൂമയുടെ പുഴ. ഓക്കെ, വി ഷിനിലാൽ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. വി ഷിനിലാൽ എന്ന് പറയുന്നത് 2022-ല് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സമ്പർക്ക ക്രാന്തി എന്ന നോവലിന് ലഭിച്ചു. അല്ലെ, ഈ സമ്പർക്ക ക്രാന്തി PSC എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു നോവലാണ്. ഓക്കെ, സമ്പർക്ക ക്രാന്തിയാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തത്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഇരിയഞ്ചത്താണ് അദ്ദേഹം ജനിച്ചത്. പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഉടൽ ഭൗതികം, സമ്പർക്ക ക്രാന്തി, 124, ബുദ്ധപദം, ഹടി. ഓക്കെ, അപ്പൊ ഗരിസഭ അരുവി അഥവാ ജലയാത്ര, ഈരു, നരോദപാട്ടിയിൽ നിന്നുള്ള ബസ്. ഇതാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022-ൽ അദ്ദേഹത്തിന്റെ സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സംഭവം നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? എന്റെ അമ്മ. അല്ലെ, ഞാൻ കഥാകാരനായ കഥ എന്നതിൽ നിന്നും പൊൻകുന്നം വർക്കിയുടേതാണ് എന്റെ അമ്മ എന്ന് പറയുന്ന കഥ. ഓക്കെ, അപ്പൊ ഞാൻ കഥാകാരനായ കഥ പൊൻകുന്നം വർക്കി. ആരാണ് പൊൻകുന്നം വർക്കി? പൊൻകുന്നം വർക്കി 1910 ജൂലൈ 1 ആലപ്പുഴ ജില്ലയിലെ എടത്വായിലാണ് വർക്കി ജനിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും അദ്ദേഹത്തിന്റെ കൃതികളും ചെറുകഥകളുമാണ്. എന്തൊക്കെയാണ്? അന്തിത്തിരി, തിരുമുൽക്കാഴ്ച, വികാരസദനം 2ാം ഭാഗം, ആരാമം, അണിയറ ഹൃദയനാദം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ലേഖനമാണ് കേട്ടോ. ഒരു ലേഖനമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്നതിൽ നിന്നും അശോകൻ ചരുവിൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ലേഖനമാണ്. സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ലേഖനമാണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? അശോകൻ ചരുവിൽ. ഓക്കെ, അശോകൻ ചരുവിൽ 1957 തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂരിൽ ജനിച്ചു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരസ്കാരങ്ങൾ കണ്ടോ. ചെറുകാട് അവാർഡ് 1986-ലും, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1998-ലും, ഇടശ്ശേരി പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം, SBT അവാർഡ് 2014-ലെ മുട്ടത്ത് വർക്കി പുരസ്കാരം, വയലാർ പുരസ്കാരം, ഇത്രയും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെ, അപ്പൊ ഇതിൽ നമ്മുടെ ചെറുകാട് അവാർഡ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഇടശ്ശേരി പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം, വയലാർ പുരസ്കാരം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. അപ്പൊ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പുരസ്കാരങ്ങൾ നന്നായി ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോ അശോകൻ ചരുവിൽ എന്ന എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്ത എന്താണ്? മരങ്ങളുടെ ഭാഷ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആയിട്ട് ഇവിടെ പറയുന്നത് മരങ്ങളുടെ ഭാഷ എന്നുള്ളതാണ്. പ്രകൃതി ഒരു സ്നേഹിത. ആരാണ് എഴുതിയിട്ടുള്ളത്? യു അരവിന്ദാക്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു കവിത തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കവിത എന്ന് പറയുന്നത് SCERT-ൽ ആ ചാപ്റ്ററിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കവിതയാണ്. എഴുതിയിട്ടുള്ളത് ആരാണ്? ഏറ്റുമാനൂർ സോമദാസനാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് പട്ടം പറപ്പിക്കട്ടെ എന്ന് പറയുന്ന ഒരു കവിതയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത്
പി കവിതകൾ വാല്യം 1. പി കവിതകൾ വാല്യം 1 ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, കുഞ്ഞിരാമൻ നായരുടേതാണ്. ഓക്കെ, കുഞ്ഞിരാമൻ നായർ, പി കുഞ്ഞിരാമൻ നായർ ഒക്ടോബർ 4-ന് 1905-ലാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലെ. അപ്പൊ പി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ നിക് നെയിം ആണ് കേട്ടോ. പി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കവിതകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കളിയച്ഛൻ അല്ലെ, സൗന്ദര്യപൂജ, ഓണസദ്യ, പൂക്കളം, ചിലമ്പൊലി, താമരത്തോണി, വസന്തോത്സവം, രഥോത്സവം 2 വാല്യങ്ങള്, താമരത്തേൻ, അന്തിത്തിരി, പാടുന്ന മണൽത്തരികള്, നിർവാണ നിശ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആത്മകഥകൾ എന്ന് പറയുന്നത് ഇതാണ്. എന്തൊക്കെയാണ്? കവിയുടെ കാൽപ്പാടുകള്, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു 4 വരി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഇതാണ്: നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഓക്കെ, അപ്പൊ ഈ ഒരു 4 വരി കവിത തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാം. ഇത് ശ്രീനാരായണ ഗുരുവിന്റേതാണ് അല്ലെ. നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഓക്കെ, അപ്പൊ ഇത് എഴുതിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ നമ്മുടെ ചാപ്റ്റേഴ്സും അതിന്റെ എഴുത്തുകാരുടെയും കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞു ട്ടോ. ആദ്യത്തെ ബുക്കിലെ പോലെ അത്രയില്ല, ഒരു 6 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്മൾ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ ലാസ്റ്റ് എക്സസൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പദപരിചയം അല്ലെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പദപരിചയം ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അടുക്ക് എന്ന് പറയുന്നത് എന്താണ്? ക്രമം എന്നാണ് അല്ലെ പറയുന്നത്. അടുക്ക് എന്നാൽ എന്താണ്? ക്രമം അല്ലെ. നമ്മൾ അടുക്കി അടുക്കി വെക്കണം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനെന്താണ് പറയുന്നത്? ക്രമത്തിൽ വെക്കണം എന്നുള്ളതും കൂടെയാണ് അടുക്ക് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപാരമായി എന്നാൽ എന്താണ്? അതിരില്ലാതെ, വളരെയധികം അല്ലെ. അതിരില്ല, അപാരമായി, അതിരില്ലാതെ, വളരെയധികം. ഓക്കെ, അപ്പാർട്ട്മെന്റ് എന്നാൽ എന്താണ്? ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടം. ഓക്കെ, ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടത്തിനെയാണ് നമ്മൾ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആവാസ കേന്ദ്രം എന്നാൽ എന്താണ്? വാസസ്ഥലം അല്ലെ, താമസിക്കുന്ന സ്ഥലം. ആവാസ കേന്ദ്രം, വാസസ്ഥലം. ഓക്കെ, ഉന്മാദം എന്നാൽ എന്താണ്? മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെ. അവനിപ്പോ ഉന്മാദ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഉന്മാദ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താണ്? മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉന്മാദം എന്ന് പറയുന്നത്. ഊടുവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വീതി കുറഞ്ഞ വഴി അഥവാ ഇടവഴി അല്ലെ. ഊടുവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോർട്ട് കട്ടിനെയാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മൾക്കിപ്പോ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഇതൊരു ഊടുവഴിയാണ് അല്ലെങ്കിൽ ഇതുവഴി നമുക്ക് പോവാം എന്നുള്ളത് പറയില്ല. അപ്പൊ ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ പറയുന്നത്. എന്താണ്? വീതി കുറഞ്ഞ വഴി അല്ലെങ്കിൽ ഇടവഴി. ഓക്കെ, അടുത്ത എന്താണ്? ഊറ്റുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊറ്റിയെടുക്കുന്നവർ അല്ലെ. നമ്മളെ ഊറ്റി എടുക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഊറ്റുകാർ എന്നാൽ എന്താണ്? ഊറ്റിയെടുക്കുന്നവർ. ഓക്കെ, എമ്പാടും എന്നാൽ എന്താണ്? എല്ലായിടത്തും അല്ലെ. നമ്മൾ ലോകത്തെമ്പാടും എന്ന് പറയില്ലേ, അപ്പൊ എന്താണ് അർത്ഥം വരുന്നത്? എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും. ഓക്കെ, അടുത്തത് ഒടപ്പിറന്നോൾ എന്നാൽ എന്താണ്? പെങ്ങൾ അല്ലെങ്കിൽ സഹോദരി അല്ലെ. ഓളന്റെ ഒടപ്പിറന്നോളാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ പെങ്ങള്, സഹോദരി. ഓക്കെ, ഒടവലമീൻ എന്നാൽ എന്താണ്? ഒരിനം പുഴമീൻ അഥവാ ഒടതല. ഒരിനം പുഴമീനെയാണ്, ഒടതലയാണ് പറയുന്നത്. കലിയിളകുക എന്ന് വെച്ചാൽ എന്താണ്? കോപം കൊണ്ട് സമനില തെറ്റുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ. അവൻ കലി ഇളകിയിട്ട് നിൽക്കുകയാണെന്ന് പറയാറുണ്ടല്ലേ. കലിയിളകുക അല്ലെങ്കിൽ കോപം കൊണ്ട് സമനില തെറ്റുക. കിള്ളി എന്നാൽ എന്താണ്? കിള്ളിയാർ, അതായത് കരമനയാറിന്റെ കൈവഴിയാണ് കിള്ളിയാറ് എന്ന് പറയുന്നത്. ഓക്കെ, കൂലം എന്നാൽ എന്താണ്? കര അല്ലെങ്കിൽ തീരം. കൂലം എന്നാൽ എന്താണ്? കര അല്ലെങ്കിൽ തീരമാണ് പറയുന്നത്. അടുത്തത് കൂലം കുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കര തകർക്കുക. കൂലം കുത്തുക എന്നാൽ എന്താണ്? കര തകർക്കുക. കിളവി, വൃദ്ധ അല്ലെ. നാട്ടുമ്പുറത്ത് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന ഭാഷയാണ് കിളവി, കിളവി, കിളവൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ വൃദ്ധരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ കിളവി എന്നാൽ എന്താണ്? വൃദ്ധ. ചമ്പാവരി, മട്ടരി, തവിട്ട് നിറമുള്ള അരി അല്ലെ. ചമ്പാവരി ചോറ് എന്ന് പറയാറില്ലേ, ഇപ്പൊ മട്ടരിയാണ് അല്ലെ തവിട്ട് നിറമുള്ള അരി. ചിലപ്പോൾ അല്ലെ, ഞാൻ ചിലപ്പോ വരും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പോവും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ചിലപ്പം എന്നാൽ എന്താണ്? ചിലപ്പോൾ. ഓക്കെ, ചേണ് എന്നാൽ എന്താണ്? അഴക്. തുണ, സഹായം അല്ലെങ്കിൽ കൂട്ട് അല്ലെ. എനിക്ക് തുണയ്ക്ക് അവള് വരും അല്ലെങ്കിൽ എനിക്ക് തുണയ്ക്ക് അവൻ വരും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ട് അല്ലെ, ഒരു കൂട്ട് വരിക അല്ലെങ്കിൽ നമുക്കൊരു സഹായമായിട്ട് നമ്മുടെ കൂടെ വരും. അപ്പൊ തുണ എന്നാൽ എന്താണ്? സഹായം അല്ലെങ്കിൽ കൂട്ട് എന്നാണ്. തുരുത്ത് എന്നാൽ എന്താണ്? പുഴയിലെ നടുവിലുള്ള ചെറിയൊരു കരപ്രദേശം അല്ലെ. മൺട്രോ തുരുത്തൊക്കെ കേട്ടിട്ടില്ലേ? അതായത് പുഴയുടെ ഇതിന്റെ കായലിന്റെ ഒക്കെ നടുവിലുള്ള ഒരു ചെറിയൊരു പ്രദേശം ഉണ്ടാവില്ലേ, അതിനെയല്ലേ നമ്മൾ പറയാ
ദ്വീപ് അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ തുരുത്ത് എന്ന് പറയുന്നത് എന്താണ്? പുഴയുടെ നടുവിലുള്ള ചെറിയൊരു കരപ്രദേശം. ദ്വീപ് എന്ന് പറയുന്നത് കടലിന്റെ അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ഈ കായല്, പുഴ അതിന്റെയൊക്കെ നടുക്കുണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ തുരുത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? തുവരുക, ഉണങ്ങുക അല്ലെങ്കിൽ തോരുക. ഓക്കെ. തുവരുക, ഉണങ്ങുക അല്ലെങ്കിൽ തോരുക. അപ്പൊ നമ്മള് പറയാറുണ്ട് തുണി തോരാനിട്ടോ എന്ന് ചോദിക്കാറുണ്ട്. തുണി തോരാനിട്ടോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? തുണി ഉണങ്ങാനിടുക അഥവാ ഉണക്കുക. ഓക്കെ. തംതാരിച്ച്, തംതാരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംസാരിച്ച്. തംതാരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് എന്നാണ് അർത്ഥം വരുന്നത്. ദയനീയം, സങ്കടം തോന്നിക്കുന്നത്. ദയനീയം അല്ലെ? ദയനീയമായ അവൻ എന്നെ നോക്കി അല്ലെങ്കിൽ ദയനീയമായ അവൾ എന്നെ നോക്കി. സങ്കടം തോന്നുന്ന രീതിയിൽ എന്നെ നോക്കി. ഓക്കെ. സങ്കടം തോന്നിക്കുന്നത്. നിരാലംബ, ആശ്രയമില്ലാത്തവൾ. നിരാലംബ എന്നാൽ എന്താണ്? ആശ്രയമില്ലാത്തവൾ. നില, നില എന്ന വാക്കിന്റെ പ്രാദേശിക രൂപം അല്ലെങ്കിൽ വാമൊഴി. നില എന്ന് പറയില്ല നമ്മൾ. ഇപ്പൊ നമ്മൾ പറയാണ്, ഓ അവൻ നിലമറന്നിട്ടാണ് പെരുമാറുന്നത് അല്ലെ? അവരുടെ നിലമറന്നിട്ടാണ്. അപ്പൊ നമ്മൾ നില എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ നില എന്നേ പറയുള്ളൂ. അത് നമ്മുടെ വാമൊഴിയാണ് അല്ലെ? നിലമറന്ന് പെരുമാറുക. പക്ഷെ അത് ശരിക്കും നില മറന്ന് പെരുമാറുക എന്നുള്ളതൊക്കെയാണ് പറയാം. ഇവിടെ നില എന്ന് പറയുന്നത് എന്താണ്? നില എന്നാണ് അർത്ഥം വരുന്നത്. നെടുവങ്ങാട്ട്, നെടുവങ്ങാട്ട്. ഓക്കെ. നെടുവങ്ങാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നെടുമങ്ങാട്ട്, നെടുമങ്ങാട്ട്. ഓക്കെ. പാളി അല്ലെ? പരാജയപ്പെട്ടു. പണി പാളി. അപ്പൊ എന്താ അർത്ഥം? പരാജയപ്പെട്ടു. ഓക്കെ. പിഞ്ഞാണക്കോപ്പ, പിഞ്ഞാണക്കോപ്പ. പിഞ്ഞാണക്കോപ്പ എന്നാൽ എന്താണ്? പിഞ്ഞാണ പാത്രം, പിഞ്ഞാണ പാത്രം. ഓക്കെ. പുള്ളാര്, പുള്ളാര് എന്നാൽ എന്താണ്? കുട്ടികൾ അഥവാ ചെറുപ്പക്കാർ. കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരെയാണ് നമ്മൾ പുള്ളാര് എന്ന് പറയുന്നത്. പൊരുന്നിരിക്കുക, പൊരുന്നിരിക്കുക എന്നാൽ എന്താണ്? മുട്ട വിരിയാൻ അടയിരിക്കുക. പൊരുന്നിരിക്കുക എന്നാൽ എന്താണ്? മുട്ട വിരിയാൻ അടയിരിക്കുക. പൊഴിയുന്നു, പൊഴിയുന്നു. തെരുതെരെ വീഴുന്നു അഥവാ പെയ്യുന്നു അല്ലെ? നമ്മുടെ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാവിലൊക്കെ പൂവിടുന്ന സമയത്ത് നമ്മൾ പറയില്ലേ അല്ലെ? മാവു മുഴുവൻ പൊഴിഞ്ഞു വീഴുന്നു എന്ന് പറയാറുണ്ട് അല്ലെ? അതെന്താണ്? തെരുതെരെ വീണു പോവുകയാണ് അല്ലെ? അഥവാ തെരുതെരെ വീഴുന്നു അല്ലെങ്കിൽ പെയ്യുന്നു. മട്ടുപ്പാവ്, വീടിന്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലം. മട്ടുപ്പാവ് എന്നാൽ എന്താണ്? വീടിന്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലം. മട്ടുപ്പാവ് വീടിന്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലം. മര്യാദയ്ക്ക്, മര്യാദയ്ക്ക് എന്നാൽ എന്താണ്? മര്യാദയ്ക്ക്, മര്യാദയ്ക്ക്, മര്യാദയ്ക്ക്. മായാലോകം, മായാലോകം എന്ന് വെച്ചാൽ എന്താണ്? അല്ലെ? എല്ലാം മായയാണ്. മായ. അപ്പൊ അതായത് അത്ഭുതകരമായ ലോകം. മായാലോകം, അത്ഭുതകരമായ ലോകം. മുടുക്ക്, മുടുക്ക് എന്നാൽ എന്താണ്? ഇടവഴി. മുടുക്ക് എന്നാൽ എന്താണ്? ഇടവഴി. ഇടവഴിയാണ് മുടുക്ക് എന്ന് പറയുന്നത്. മെനയുള്ള, മെനയുള്ള, കൊള്ളാവുന്ന. കാണാൻ ഇപ്പൊ ഒരു മെനയൊക്കെ ഉണ്ടെന്ന് പറയില്ലേ നമ്മള്? അപ്പൊ എന്താ? കൊള്ളാം അല്ലെ? കൊള്ളാം, നല്ലതാ. അപ്പൊ മെനയുള്ള, കൊള്ളാവുന്ന. മൊഴി, മൊഴി എന്ന് വെച്ചാൽ എന്താണ്? വാക്ക്. വങ്ക്, വങ്ക് എന്നാൽ എന്താണ്? പൊത്ത്. വങ്ക് എന്നാൽ പൊത്ത്. വാരിധം, മേഘം. വാരിധം എന്നാൽ എന്താണ്? മേഘമാണ് അല്ലെ? വിചിത്രം എന്നാൽ എന്താണ്? അസാധാരണം. വിചിത്രം എന്നാൽ എന്താണ്? അസാധാരണം. വിണ്ണ്, വിണ്ണ് എന്നാൽ എന്താണ്? ആകാശം. വിണ്ണ് എന്നാൽ എന്താണ്? ആകാശം. വിഷാദം, സങ്കടം. വിഷാദം, സങ്കടം. അണുകുടുംബം, അണുകുടുംബം എന്നാൽ എന്താണ്? ചെറിയ കുടുംബം അല്ലെ? ചെറിയ കുടുംബം. ഓക്കെ. ആശിഷ്, ആശിസ്, ആശിസ് എന്നാൽ എന്താണ്? അനുഗ്രഹം. അനുഗ്രഹമാണ് ആശിസ് എന്ന് പറയുന്നത്. ഓലക്കൈ, ഓലക്കൈ, ഓലകളാകുന്ന കൈ. ഓലക്കൈ, ഓലകളാകുന്ന കൈ. ചടുല നർത്തനം, ചടുല നർത്തനം എന്നാൽ അതിവേഗത്തിലുള്ള നൃത്തം. അതിവേഗത്തിലുള്ള നൃത്തത്തിനെയാണ് നമ്മൾ ചടുല നർത്തനം എന്ന് പറയുന്നത്. ചിന്താനഭസ്, ചിന്താനഭസ് എന്നാൽ ചിന്തയാകുന്ന ആകാശം. ചിന്താനഭസ്, ചിന്തയാകുന്ന ആകാശം. ചേതോപഹരം, ചേതോഹരം. ചേതോഹരം എന്നാൽ എന്താണ്? മനോഹരം. ചേതോഹരം, മനോഹരം. ഓക്കെ. താങ്ങുകമ്പ്, താങ്ങുകമ്പ് എന്നാൽ എന്താണ്? വള്ളികൾക്ക് മേലോട്ട് വളരാൻ താങ്ങായി കൊടുക്കുന്ന കമ്പ്. വള്ളികൾക്ക് മേലോട്ട് വളരാൻ താങ്ങായി കൊടുക്കുന്ന കമ്പ്. ഓക്കെ. നിപുണർ, നിപുണർ എന്നാൽ എന്താണ്? മിടുക്കർ എന്നാണ് അർത്ഥം വരുന്നത്. നിപുണർ എന്നാൽ മിടുക്കർ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. നേരുക, നൽകുക അല്ലെങ്കിൽ അർപ്പിക്കുക. നേരുക എന്നാൽ എന്താണ്? നൽകുക അല്ലെ? നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിലേക്ക്, നമ്മൾ അമ്പലങ്ങളിലേക്ക് നേരുക എന്നൊക്കെ പറയാറില്ലേ അല്ലെ? അപ്പൊ എന്താണ് ഈ നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകുക അല്ലെ? നമ്മൾ നേരുക, നൽകുക. ഓക്കെ. അപ്പൊ പരമാധികാരം, പരമാധികാരം എന്നാൽ എന്താണ്? ഏറ്റവും വലിയ അധികാരം. പരമാധികാരം എന്നാൽ ഏറ്റവും വലിയ അധികാരം. നരേന്ദ്രമോദിയൊക്കെ ഒരു പരമാധികാരിയാണ്. കാരണം എന്താണ്? അത് ഏറ്റവും വലിയൊരു അധികാരമാണ് അല്ലെ? പരമാർത്ഥം, പരമാർത്ഥം എന്നാൽ എന്താണ്? വാസ്തവം, ഏറ്റവും ശരിയായത്. പരമാർത്ഥം, വാസ്തവം, ഏറ്റവും ശരിയായത്. പാരിടം, പാരിടം എന്നാൽ എന്താണ്? ഭൂമിയാണ്. പാരിടം, ഭൂമി. അടുത്തത് പാവനം. പാവനം എന്ന് വെച്ചാൽ എന്താണ്? നല്ലതിനെയാണ് പറയുന്നത്. പാവനം എന്നാൽ നല്ലത്. പിറുപിറുക്കുക, വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കുക. പിറുപിറുക്കുക എന്നാൽ എന്താണ്? വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കുക. പുളു അഥവാ നുണ.
പെടുക്കുന്നു, മൂത്രമൊഴിക്കുന്നു അല്ലെ, പെടുക്കുന്നു, മൂത്രമൊഴിക്കുന്നു. ബേഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് അല്ലെ. നമ്മൾ ഭലേ ബേഷ് എന്നൊക്കെ പറയില്ല. അപ്പൊ അവിടെ എന്താണ്? അവിടെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ് അല്ലെ. നന്നായി എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദമാണ്. ഓക്കെ. മാനവൻ എന്നാൽ എന്താണ്? മനുഷ്യൻ എന്നാണ് അർത്ഥം. മാനവൻ, മനുഷ്യൻ. മൊഴി എന്നാൽ എന്താണ്? മൊഴി എന്നാൽ വാക്കാണ് കേട്ടോ. മൊഴി എന്നാൽ പറയുന്നത് വാക്കാണ്. മോട്ടോർ എന്നാൽ എന്താണ്? ബസ്, കാറ് തുടങ്ങിയ വാഹനങ്ങൾ. മോട്ടോർ എന്നാൽ എന്താണ്? ബസ്, കാറ് തുടങ്ങിയ വാഹനങ്ങൾ. ലാളന, ഓമനിക്കൽ അല്ലെ. ലാളിക്കാറുണ്ട് അല്ലെ. ലാളിച്ച് വഷളാക്കി എന്നൊക്കെ പറയാറില്ലേ. ലാളന എന്നാൽ എന്താണ്? ഓമനിക്കൽ. വങ്ക്, കൊത്ത്. വാരിതം, മേഘം. വിഘ്നം എന്നാൽ എന്താണ്? തടസ്സം അല്ലെ. ഒരു തടസ്സത്തിനെയാണ് നമ്മൾ വിഘ്നം എന്ന് പറയുന്നത് അല്ലെ. അടുത്ത എന്താണ്? വിചാരശില്പം എന്നാൽ എന്താണ്? ഭാവനയിലുള്ള രൂപം. വിണ്ണ് എന്നാൽ എന്താണ്? ആകാശം എന്നാണ്. വിണ്ണ് എന്നാൽ ആകാശം എന്നാണ്. ഓക്കെ. വിഷാദം, സങ്കടം. വീക്ഷിക്കുക അഥവാ നോക്കുക. വീക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോക്കുക എന്നുള്ളതാണ്. സൂര്യരശ്മികൾ. ഓക്കെ. സ്നിഗ്ധഭാവം, സ്നേഹം നിറഞ്ഞ ഭാവം. സ്നേഹം നിറഞ്ഞ ഭാവം. സ്നേഹഗംഭീര, സ്നേഹവും ഗാംഭീര്യവും നിറഞ്ഞവൾ. സ്നേഹവും ഗാംഭീര്യവും നിറഞ്ഞവൾ. ഓക്കെ. സ്വാധീനശക്തി എന്നാൽ എന്താണ്? സ്വാധീനിക്കാനുള്ള കഴിവ്. ഓക്കെ. മെയ്യ്, ശരീരം. മനം, മനസ്സ്. മലർ, പൂവ്. അകം തരിക്കുക, കുളിരണിയുക. അകം തരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കുളിരണിയുക. ഓക്കെ. അപ്പോ ഈ 5ാം ക്ലാസ്സിലെ മലയാളം എന്നുള്ള ആ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയി ട്ടോ. ഇനി നമുക്ക് വേറൊരു ടോപ്പിക് നമുക്ക് നോക്കാം. ഓക്കെ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ SCRT-യിലെ 5ാം ക്ലാസ്സിന്റെ മലയാളം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പദപരിചയമാണ്. അപ്പൊ പദപരിചയം നമ്മൾ 2 ക്ലാസ്സിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആവശ്യമുള്ളവർ കാണുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക ട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോസ് കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം ട്ടോ.